ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ആശ്രാമം മൈതാനത്താണ്. ഇന്നാണ് കലോത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ, സമാപനം ഇന്നാണ്. അപ്പോൾ ഇന്ന് ഇവിടെ മമ്മൂട്ടി വരുന്നുണ്ട്. അപ്പം മമ്മൂട്ടിയൊക്കെ വന്നിട്ട് നമ്മൾ വന്ന് കാണാതിരിക്കുന്നത് മോശമല്ലേ? അപ്പം നമ്മുടെ കൊല്ലത്ത് വന്നിട്ട് നമ്മൾ കാണാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി, എന്തെങ്കിലും വീഡിയോസ് ഇടണ്ടേ അതിൽ. അതുകൊണ്ട് നമ്മളും വന്നിട്ടുണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് കലോത്സവം വ്ളോഗ്സാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് വരൂ. നമ്മൾ കൊല്ലം കലോത്സവത്തിന് പോകാൻ പോവാണ്. ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കലോത്സവത്തിന് എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചൊരു വ്ളോഗ് എടുക്കാം. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷേ വെറുതെ ആയിപ്പോയി ഗേസ്, കാരണം നമ്മൾ 10 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. 10 മണി ആയപ്പോഴത്തേക്ക് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ പുട്ടിക്കെട്ടിപ്പോയി. പിന്നെ എന്തായാലും വന്നതല്ലേന്ന് വെച്ച് അവിടെയൊക്കെ കറങ്ങി നടന്ന് എന്തൊക്കെയുണ്ടെന്ന് നോക്കി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് മൺകൂജകളിലായിരുന്നു അവർ വെള്ളം കുടിക്കാൻ വെച്ചിരുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ മാക്സിമം ഒഴിവാക്കുന്ന രീതിയായിരുന്നു. ഇതെന്താ ഇത്, ഓരോരുത്തരുടെ മുഖം വരച്ച് വെച്ചേക്കുക. അവരുടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുക. മാർഗം കളിയാണ്. ഇതേ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കായിരുന്നു. എങ്ങോട്ട് പോവാ നമ്മളിനി? ഇവിടെ എല്ലാം കഴിഞ്ഞു പ്ലീസ്. നാളെ എങ്ങനെ വരും? സെക്കൻഡ് ഡേ അല്ലേ, ഇത് 3rd ഡേ ആണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഡേ വന്നിട്ട് വെറുതെ പോയത് കൊണ്ട് നമ്മൾ സെക്കൻഡ് ഡേ വീണ്ടും വന്നു. കുറച്ച് ഫോട്ടോസ് ഇൻസ്റ്റയിലൊക്കെ ഇടാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അതിന് വേണ്ടി വന്നു. എന്തായാലും അന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടി. അപ്പോൾ ഈ മെയിൻ സ്റ്റേജിൽ കോമ്പറ്റീഷൻ ആയിട്ട് നടക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മീഡിയാസിൻ്റെ ചെറിയ ചെറിയ സ്റ്റാളുകളിൽ അവർ ബാക്കിയുള്ള കുട്ടികൾക്ക് വേണ്ടി ചെറിയ കോമ്പറ്റീഷൻ പരിപാടികളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ചെറിയ സമ്മാനമൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു കലോത്സവമായിരുന്നു. അതുമല്ല, എനിക്ക് തോന്നുന്നു ഈ കലോത്സവത്തിനാണ് ഇത്രയും ആൾക്കാർ കാണാൻ വരുന്നത്. ഇത്രയും ആൾക്കാർ ഈ പരിപാടീസ് കാണാൻ വരുന്നത് ഈ കലോത്സവത്തിനാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കൊല്ലങ്കാരൻ അടിപൊളിയാന്ന് തെളിയിച്ചിട്ടുണ്ട്. എടുത്തു കഴിഞ്ഞോ? കുറച്ചും കൂടെ പരിപാടീസും ഉണ്ട്. ഇന്നലെ നമ്മൾ വന്നപ്പോൾ പരിപാടി തീർന്നു പോയി. ഇന്നലെ 10 മണിയായപ്പോഴത്തേക്കെല്ലാം കഴിഞ്ഞു. ഇന്നിപ്പോൾ എല്ലാം നടക്കുന്നതൊക്കെ ഉള്ളൂ. ഇവിടെ നല്ല തിരക്കുമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെയും കലോത്സവം കണ്ടിട്ട് മടങ്ങുവാണ്. ഞാൻ ആദ്യമായിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ, കാണാൻ പറ്റുമെന്നൊക്കെ കണ്ടറിയാം.
കോർപ്പറേഷൻ ശ്രീമതി പ്രസന്ന എനസ്, ബഹുമാനപ്പെട്ട കൊല്ലം ഇടയ്ക്ക് വെച്ച് നേരെ എനിക്ക് മിസ്സായി. MLA ഭയങ്കര ആള് എൻ്റെ കോവൂർ കുഞ്ഞുമോൻ. എന്നാലും എനിക്ക് മിസ്സായി പോയി ഇടയ്ക്ക് വെച്ച്. എവിടെ പോയി? ഞാൻ ഇവിടെ വീർത്ത് പോയി പേടിച്ചിട്ടുണ്ട്. ഇത്ര ആള് എങ്ങോട്ടാ പോകേണ്ടത്? ആശ്രമത്താണ് അറിയാം, എങ്കിലും പേടിച്ചു. ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരം ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുകയുണ്ടായി. ഇത്രയും ലോകത്തിന് ഏറ്റവും നല്ല വില കിട്ടുന്നത് ഇവിടെ തന്നെയാണ്. കൊല്ലം എല്ലാവർക്കും സമ്പുഷ്ടവും സമ്പന്നവും പിന്നെയും കടല മേടിച്ചു. അതേ ഐസ്ക്രീം. അങ്ങനെ ഗൈസ് നമ്മൾ മമ്മൂട്ടിയെ കണ്ടു, ഒരു മിന്നായം പോലെ കണ്ടു. നീ തിരിച്ചു പോവുകയാണ് അല്ലേ? കടല മേടിച്ചു. മേടിക്കാൻ വേണ്ടി ഇവിടെ വരെ വന്നു. മമ്മൂട്ടി ഒരു മിന്നായം പോലെ അണ്ണ എന്നെ പൊക്കി, അന്നേരം കണ്ടു. പൊക്കിയപ്പോൾ ചെറുതായിട്ടുണ്ട്. ഭയങ്കര ആള്, രക്ഷയില്ല. നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടില്ല, അതിന് മുന്നേ നമ്മൾ ഇറങ്ങി. ഇനി എല്ലാവരും കൂടെ ഇറങ്ങുമ്പോൾ ഭയങ്കര റഷാവും, അതുകൊണ്ട് നമ്മൾ തന്നെ ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വരാം. കൊല്ലം ബീച്ചിൽ വന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സമയമുണ്ടല്ലോ, ഇപ്പോൾ ടൈം 6:40. എൻ്റെ ഒന്നുമില്ല. എന്നാൽ പിന്നെ ഇവിടെ കൊല്ലം ബീച്ചിലും വന്നിട്ട് കുറേ നാളായി. എന്നാൽ പിന്നെ ഇങ്ങോട്ടും കൂടി വരാമെന്ന് വെച്ച് വന്നു. ഒരു പൈനാപ്പിൾ, പിന്നെന്തോ നെല്ലിക്കയും മേടിച്ചു.